ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷാണ്. അതിലെ യൂണിറ്റ് 4 റിതംസ് ഓഫ് ലൈഫിലെ ദ വുഡൻ കപ്പ് എന്ന് പറഞ്ഞ ഈ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. എന്താണ് വുഡൻ കപ്പ്? അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നോക്കൂ, അതിന് മുന്നേ ഈ സെന്റൻസ് എന്താന്ന് നോക്കാം. ഇവിടെ വി ഓൾ ലവ് അവർ പാരൻസ് അല്ലേ. നമ്മളെല്ലാവരും എന്താണ്, നമ്മളെ പാരൻസിനെ സ്നേഹിക്കുന്നവരാണ് അല്ലേ. ഡോണ്ട് യു ഓൾസോ ലവ് യുവർ ഗ്രാൻഡ് പാരൻസ്? നിങ്ങൾ ഗ്രാൻഡ് പാരൻസിനെ സ്നേഹിക്കുന്നില്ലേ? മുത്തശ്ശിനെയൊക്കെ സ്നേഹിക്കുന്നില്ലേ? വാട്ട് ഡു ദേ ഡു ഫോർ യു? അവരെന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്? വാട്ട് ഡു യു ഡു ഫോർ ദം? പിന്നെ അതുപോലെ നിങ്ങൾ അവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഇതാരാ എഴുതിയിരിക്കുന്നത്? ഡൊമിനിക്കോ വിട്രോറിനി എന്ന് പറഞ്ഞ ആളാണ് അല്ലേ. 1892 to 1958 ഇവർ ജീവിച്ചിരുന്നത് അല്ലേ. വാസ് ആൻ ഇറ്റാലിയൻ ഓതർ ആൻഡ് പ്രൊഫസർ. ഇവരെന്താണ്, ഇറ്റാലിയൻ ഓതറും പ്രൊഫസറും ആയിരുന്നു അല്ലേ. ഹി വാസ് ബോൺ ഇൻ ഇറ്റലി ആൻഡ് ലേറ്റർ വെന്റ് ടു ദ USA. എന്താണ്, ഇയാൾ ജനിച്ചത് എന്താണ്, ഇറ്റലിയിലാണ് അല്ലേ. പിന്നെ അയാൾ USA പോയി അല്ലേ. ആൻഡ് ടോട്ട് അറ്റ് ദ ടെമ്പിൾ യൂണിവേഴ്സിറ്റി ആൻഡ് ദ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ അല്ലേ. അയാൾ എന്താണ്, ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഹിസ് മോസ്റ്റ് ഫേമസ് ബുക്ക് ഈസ് ദ ത്രെഡ് ഓഫ് ലൈഫ് അല്ലേ. അവരുടെ ഫേമസ് ബുക്ക് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ദ ത്രെഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ബുക്കാണ് അവരുടെ ഫേമസ് അല്ലേ. ഡൊമിനിക്ക് വിട്ടോറിനി അല്ലേ. നോക്കാം. ദ വുഡൻ കപ്പ്. Once upon a time in far off Italy there was a little boy whose name was Robertino അല്ലേ. എന്താണ്, ഒരിക്കലും എന്താണ്, കുറേ ദൂരെ അല്ലെ ഇറ്റലിയിൽ എന്താണ്, ദർ വാസ് എ ലിറ്റിൽ ബോയ്. അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ചെറിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഹൂസ് നെയിം വാസ് റോബോട്ടിനോ. എന്താണ്, അവന്റെ പേരെന്താണ്, റോബോട്ടിനോ എന്നാണ് അല്ലേ. ഹി ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വെരി മച്ച്. അവന്റെ ഗ്രാൻഡ് ഫാദറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു, സ്നേഹിച്ചിരുന്നു. ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ വെർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറും ഈ ലിറ്റിൽ ബോയും എന്താണ്, ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, നല്ല ഗുഡ് ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ. ദ സ്പെൻഡ് മച്ച് ടൈം ടുഗദർ. അവർ ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിച്ചിട്ടുണ്ട്. Robertino loved to sit on his grandfather's knee and listen to the stories he told him. ഈ റോബോട്ടിനൊക്കെ എന്താ ഇഷ്ടം? അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ മടിയിൽ ഇരുന്നിട്ട് എന്താണ്, മുട്ടിലിരുന്നിട്ട് അല്ലേ, എന്താണ് അച്ഛൻ പറഞ്ഞ, അതായത് ഗ്രാൻഡ് ഫാദർ പറയുന്ന സ്റ്റോറീസ് ഒക്കെ കേട്ട് ലിസൺ ചെയ്ത് നിൽക്കുന്നത് അതിന് ഇഷ്ടമായിരുന്നു അല്ലേ. ഗ്രാൻഡ് ഫാദർ വാസ് എ വണ്ടർഫുൾ സ്റ്റോറി ടെല്ലർ. ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ നല്ല സ്റ്റോറി പറയുന്ന ഒരാളായിരുന്നു അല്ലേ. ആൻഡ് ഹോ ദ സ്റ്റോറീസ് ഹി ടോൾഡ് fairy tales and exciting hunting stories like the one in which grandfather himself had once caught an eagle. There was a strong bond of love between the two അല്ലേ. എന്താണ് ആ സ്റ്റോറീസ് അവർ പറയില്ലേ, ഫെയറി ടെയിൽസും അതുപോലെ വേട്ടയാടുന്ന സ്റ്റോറീസ്, ഹണ്ടിങ് സ്റ്റോറീസ് അല്ലേ, എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേട്ടയാടുന്ന സ്റ്റോറീസും ഒക്കെ പറയും. ലൈക്ക് ദ വൺ എന്താണ്, ഇൻ വിച്ച് ഗ്രാൻഡ് ഫാദർ ഹിംസെൽഫ് ഹാഡ് വൺസ് കോട്ട് ആൻ ഈഗിൾ അല്ലെ. എന്താണ്, ഒരു ഈഗിളിനെ, ഗ്രാൻഡ് ഫാദർ തന്നെ ഒറ്റയ്ക്ക് ഒരു ഈഗിളിനെ പിടിച്ച കഥയൊക്കെ അതിൽ ഉണ്ട്, അതിൽ പറഞ്ഞു കൊടുത്തിരുന്നു. ദർ വാസ് എ സ്ട്രോങ് ബോണ്ട് ഓഫ് ലവ് ബിറ്റ്വീൻ ദ ടു. എന്താണ്, അവർ തമ്മിൽ നല്ല ഒരു അടുപ്പമുണ്ടായിരുന്നു, ഈ ഗ്രാൻഡ് ഫാദറും ഈ ലിറ്റിൽ ബോയും തമ്മിൽ. ഓക്കെ, ഗ്രാൻഡ് ഫാദർ ഹാഡ് കം ടു ലിവ് വിത്ത് റോബോട്ടിനോസ് പാരൻസ് വെൻ ഗ്രാൻഡ് മദർ ഡൈഡ് 3 years ബിഫോർ. ഗ്രാൻഡ് ഫാദർ എന്താണ്, ഇപ്പോൾ ഇവരെ കൂടുതൽ റോബോട്ടിനൻസിന്റെ പാരൻസിന്റെ കൂടുതലാണ് ഇപ്പോൾ താമസിക്കുന്നത്. എന്താണ്, ഗ്രാൻഡ് മദർ മരിച്ചതിന് ശേഷം അല്ലെ, 3 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാൻഡ് മദർ മരിച്ചതിന് ശേഷം ഈ ഗ്രാൻഡ് ഫാദർ ഈ റോബോട്ടിനന്റെ പാരൻസിന്റെ കൂടുതലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ മുത്തശ്ശി അല്ലെ, ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാലോ മുത്തശ്ശൻ. ഓക്കെ, റോബോട്ടിനോസ് പാരൻസ് പറഞ്ഞാൽ റോബോട്ടിനന്റെ അച്ഛനും അമ്മയും. ഓക്കെ, റോബോട്ടിനോസ് മദർ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോൺലിനെസ് ഓഫ് ദ ഓൾഡ് മാൻ. എന്താണ്, റോബോട്ടിനന്റെ അമ്മയ്ക്ക് എന്താണ് മനസ്സിലായില്ല, എന്ത്, ഈ ഓൾഡ് മാന്റെ ഒറ്റപ്പെടൽ എന്താന്ന് മനസ്സിലായില്ല അല്ലെ. സംടൈംസ് ഷീ വാസ് വെരി ഇംപേഷ്യന്റ് വിത്ത് ഹിം, എസ്പെഷ്യലി ഓൺ ദോസ് ഡേയ്സ് വെൻ ഹിസ് ഹാൻഡ്സ് ഷുക്ക് ആൻഡ് ഹി വുഡ് ഡ്രോപ്പ് വാട്ട് ഹി വാസ് ഹോൾഡിങ്. എന്താണ്, ചിലപ്പോൾ എന്താണ്, ഈ മുത്തശ്ശനോട് എന്താണ് ഭയങ്കര ദേഷ്യത്തിലും ഒരു ക്ഷമല്ലാതെയൊക്കെയാണ് എന്താക്കുന്നത്, പെരുമാറുക, ബിഹേവ് ചെയ്യുന്നത്. എസ്പെഷ്യലി എന്താണ്, ഇപ്പം ഓൺ ദോസ് ഡേയ്സ് വെൻ ഹിസ് ഹാൻഡ്സ് ഷുക്ക്. എന്താ, വയസ്സായതല്ലേ, അപ്പോൾ അവരുടെ കൈ ഇങ്ങനെ വിറയ്ക്കുമല്ലോ, അപ്പോൾ ഒന്ന് കൈ തട്ടി, എന്താ കൈ വിറയ്ക്കുമ്പോൾ എന്താണ്, ഹി വുഡ് ഡ്രോപ്പ് ദാറ്റ് ഹി വാസ് ഹോൾഡിങ്. എന്തെങ്കിലും പിടിച്ചിരിക്കുന്നത് ഇങ്ങനെ കൈ വിറയ്ക്കുമ്പോൾ അതെന്താണ്, താഴോട്ട് വീഴുമ്പോഴേക്കായിരിക്കും ചിലപ്പോൾ അധികം ദേഷ്യം പിടിക്കുക അല്ലേ. വൺ നൈറ്റ് അറ്റ് ഡിന്നർ. ഒരു രാത്രി എന്താ, ഡിന്നറിന്റെ ടൈമിൽ അല്ലേ, രാത്രി ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഗ്രാൻഡ് ഫാദർ ലിഫ്റ്റഡ് ഹിസ് കപ്പ് ടു ഡ്രിങ്ക് ഹിസ് കോഫി. ഗ്രാൻഡ് ഫാദർ എന്താക്കി, എന്താണ് ഗ്രാൻഡ് ഫാദർ കോഫി കുടിക്കാനല്ലേ
കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് എന്താക്കി ഒരു കപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഉയർത്തി അല്ലേ. ഹിസ് പുവർ ഓൾഡ് ഹാൻഡ്സ് ഷുക്ക്. അപ്പോൾ വയസ്സായ കൈയല്ലേ അല്ലേ, അപ്പം എന്താ ഇങ്ങനെ വിറച്ചു അല്ലേ. സോ മച്ച് ദാറ്റ് ദ കോഫി സ്പിൽഡ് ഓൺ ദ ക്ലീൻ വൈറ്റ് ടേബിൾ ക്ലോത്ത്. അപ്പോൾ എന്തായി, ആ കോഫി എന്താക്കി ആ ടേബിളിൽ വരിച്ചിരുന്ന നല്ല വെളുത്ത ആ ക്ലോത്തിൽ, ടേബിൾ ക്ലോത്തിൽ, വൃത്തിയായി കിടക്കുന്ന വൈറ്റ് ടേബിൾ ക്ലോത്തിലേക്ക് എന്താണ് വീണു, സ്പിൽഡ് ചെയ്തു. ഓക്കെ. ദ കപ്പ് ഫാളിങ് ഫ്രം ഹിസ് ഹാൻഡ്സ് ബ്രോക്ക് ഇൻ ടു മെനി പീസസ്. ആ കപ്പാണെങ്കിലോ ഈ എന്താണ് ഗ്രാൻഡ് ഫാദറിന്റെ കയ്യിൽ നിന്ന് വീണ് എന്താണ് താഴെ വീണിട്ട് എന്താക്കി പല പീസായി മാറി. ബ്രോക്ക് ഇൻ ടു മെനി പീസസ് അല്ലേ, എന്താണ് അത് പൊട്ടിയിട്ട് ഒരുപാട് പീസായി പോയി. റോബർട്ടിനോസ് മദർ സ്പോക്ക് ആംഗ്രിലി ടു ദ ഓൾഡ് മാൻ. അപ്പോൾ റോബർട്ടിനോന്റെ അമ്മ എന്താക്കി ഈ ഓൾഡ് മാനോട് ഭയങ്കര ദേഷ്യം പിടിച്ച് സംസാരിച്ചു. ഗ്രാൻഡ് ഫാദർ നെവർ സെഡ് എ വേർഡ് ഇൻ റിപ്ലൈ. ഗ്രാൻഡ് ഫാദർ എന്താക്കി ഒരു വാക്കും എന്താണ് പറഞ്ഞില്ല, തിരിച്ചൊന്നും പറഞ്ഞില്ല, റിപ്ലൈ ചെയ്തില്ല. ബട്ട് ഓൺലി ലുക്ക്ഡ് അറ്റ് ഹെർ വിത്ത് സാഡ്നെസ് ഇൻ ഹിസ് ഐസ്. എന്താണ് വിഷമത്തോടു കൂടി, കണ്ണിൽ വിഷമത്തോടു കൂടി അവളെങ്ങനെ നോക്കുക, അമ്മേനെ അങ്ങനെ നോക്കി. അവൾ എന്താണ് ഈ റോബോട്ടിനോന്റെ അമ്മേനെ എങ്ങനെ നോക്കി അല്ലേ. റോബോട്ടിനോ വാസ് ഓൾസോ വെരി അൺഹാപ്പി. അപ്പോൾ റോബോട്ടിനോ അത് കണ്ടപ്പോൾ എന്താക്കി ഭയങ്കര വിഷമായി, അൺഹാപ്പി അല്ലേ. പുവർ ഡിയർ ഗ്രാൻഡ് ഫാദർ, പാവം മുത്തശ്ശൻ എന്ന് പറഞ്ഞു അല്ലേ. നോക്കൂ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേ. ഹൗ ഡിഡ് ദ ഗ്രാൻഡ് ഫാദർ എന്റർടൈൻ ദ ബോയ്? വാട്ട് ഡസ് ഇറ്റ് ഷോ? എങ്ങനെയാണ് ഗ്രാൻഡ് ഫാദർ ഈ ബോയിനെ എന്റർടൈൻ ചെയ്യിപ്പിച്ചത്? അതുപോലെ വാട്ട് ഡസ് ഇറ്റ് ഷോ, ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? വൈ ഡിഡ് ദ മദർ സ്പീക്ക് ആംഗ്രിലി? എന്തുകൊണ്ടാണ് അമ്മ ദേഷ്യം പിടിച്ച് സംസാരിച്ചത്? വാട്ട് വാസ് ദ ഗ്രാൻഡ് ഫാദേഴ്സ് റിയാക്ഷൻ? ഗ്രാൻഡ് ഫാദർ റിയാക്ഷൻ എന്തായിരുന്നു? ഓക്കെ. അപ്പോൾ സ്റ്റോറി എന്തായിരുന്നു, നമ്മൾ ഡിന്നറിന് ശേഷം ഗ്രാൻഡ് ഫാദറിന്റെ കയ്യിൽ നിന്ന് ആ കപ്പ് താഴെ വീണ് പീസസ് ആയി മാറി അല്ലേ. അതിനുശേഷം എന്താക്കി ആ റോബർട്ടിനോസിന്റെ മദർ എന്താക്കി ആ ഗ്രാൻഡ് ഫാദറിനെ നല്ലോണം ചീത്ത പറഞ്ഞു അല്ലേ, നന്നായിട്ട് ആംഗ്രി ആയി അല്ലേ. അതിന് എന്താ ഗ്രാൻഡ് ഫാദർ ഒന്നും റിപ്ലൈ ചെയ്തില്ല അല്ലെ, ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ എന്തായിരുന്നു, ആ വിഷമം ഉണ്ടായിരുന്നില്ല കയ്യിൽ, എന്താണ് അയാളെ കണ്ണിൽ അല്ലേ. അപ്പം റോബർട്ടിനൊക്കെ ഭയങ്കര വിഷമമായി, അൺഹാപ്പി ആയി അല്ലേ. പുവർ ഡിയർ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞില്ലേ. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ഗ്രാൻഡ് ഫാദർ ഹാഡ് ടു ഈറ്റ് ഓൾ അലോൺ അറ്റ് എ ലിറ്റിൽ ടേബിൾ ഇൻ ദ കിച്ചൺ. അതിനുശേഷം ഗ്രാൻഡ് ഫാദറിന് എന്താണ് ഈ കിച്ചണിലുള്ള ഒരു ചെറിയ ടേബിളിൽ നിന്ന് കഴിക്കേണ്ടി വന്നു അല്ലേ, ഫുഡ് അവിടുന്ന് കഴിക്കേണ്ടി വന്നു. പിന്നെ എല്ലാവരും കൂട്ടത്തിൽ നിന്ന് എന്താക്കി ആ ടേബിൾമേലേക്ക് ആ എന്താണ് കാപ്പി വീണതിന് ശേഷം എന്താക്കി ഈ ഗ്രാൻഡ് ഫാദറിനെ കിച്ചണിലുള്ള ഒരു ചെറിയ ടേബിളിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുത്തു അല്ലേ, കൊടുക്കാറായിരുന്നു പതിവ്. അപ്പം ദർ വാസ് സാഡ്നെസ് ഇൻ ഹിസ് ഐസ് വെൻ ഹി ഹേർഡ് അബൌട്ട് ദിസ് ന്യൂ അറേഞ്ച്മെന്റ്. എന്താണ് ദർ വാസ് സാഡ്നെസ് ഇൻ ഹിസ് ഐസ് ദെൻ ഹി ഹേർഡ് അബൌട്ട് ദിസ് ന്യൂ അറേഞ്ച്മെന്റ് അല്ലേ. ഈ അറേഞ്ച്മെന്റ് കേട്ടതിന് ശേഷം അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിരുന്നു അല്ലേ. ദർ വാസ് സാഡ്നെസ് ഇൻ ദ ജെന്റിൽ സ്മൈൽ ഹേ ഗേവ് ഹിസ് ഗ്രാൻഡ് ചൈൽഡ് അല്ലേ. എന്താണ് ആ സാഡ്നെസ്, എന്താണ് ഗ്രാൻഡ് ചൈൽഡ് പറഞ്ഞാൽ ഈ റോബോട്ടിനെ എന്താ പുഞ്ചിരിക്കുമ്പോഴും ആ വിഷമം മുഖത്തുണ്ടായിരുന്നു അല്ലേ. ആസ് സൂൺ ആസ് റോബോട്ടിനെ ഫിനിഷ്ഡ് ഹിസ് ഡിന്നർ, എന്താണ് പെട്ടെന്ന് തന്നെ റോബോട്ടിനെ എന്താക്കി ഫിനിഷ് ചെയ്തു എന്ത് ഫുഡ്. അതായത് എന്താണ് റോബോട്ടിനെ ഡിന്നർ എന്താണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താക്കി ഹി വുഡ് റൺ ഇൻ ടു ദ കിച്ചൺ ടു ബി വിത്ത് ദ ഓൾഡ് മാൻ ഹി ലവ്ഡ് സോ മച്ച്. എന്താണ് അവന് എന്താക്കി ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് ഓടുമായിരുന്നു അല്ലേ, അവൻ സ്നേഹിക്കുന്ന ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് ഓടുമായിരുന്നു. ഇവൻ്റെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് ഓടും അല്ലേ, കിച്ചണിലേക്ക് അല്ലേ. ആൻഡ് ദ കിച്ചൺ ബിക്കേം എ ബ്യൂട്ടിഫുൾ ലാൻഡ് വേർ ദർ വാസ് നോ പെയിൻ ആൻഡ് നോ സാഡ്നെസ്. എന്താണ് കിച്ചൺ അപ്പം നല്ല ഭംഗിയുള്ള എന്താണ് സ്ഥലമായിരുന്നു അല്ലേ. എന്താണ് അവിടെ വേദനയും ഇല്ല വിഷമവും ഇല്ല അല്ലേ. ദർ ദ ഓൾഡ് മാൻ ആൻഡ് ദ ലിറ്റിൽ ചൈൽഡ് കുഡ് മൂവ് അബൌട്ട് ഹാപ്പിലി ഹാൻഡ് ഇൻ ഹാൻഡ്. എന്താണ് അവിടുന്ന് ഒരു നല്ല സന്തോഷത്തോടു കൂടി ഈ ഓൾഡ് മാനും ഈ ലിറ്റിൽ ചൈൽഡും റോബോട്ടിനെയും ഗ്രാൻഡ് ഫാദറും എന്താക്കും അവിടുന്ന് സന്തോഷമായിട്ട് കളിക്കുമായിരുന്നു. മൂന്നാമത്തെ നോക്കൂ. വാട്ട് മെയ്ഡ് ദ കിച്ചൺ എ ബ്യൂട്ടിഫുൾ ലാൻഡ്? ക്വസ്റ്റ്യൻ എന്താണ് ഈ കിച്ചൺ എങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ലാൻഡ് ആയത്? കാരണം എന്താണ് ഇവിടെ ഓൾഡ് മാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പം റോബോട്ടിൻ്റെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അവരെന്താക്കും ഈ ഓൾഡ് മാൻ്റെ അടുത്തേക്ക് ഓടി വരും അല്ലേ. എന്നിട്ട് എന്താക്കും ഈ ഓൾഡ് മാൻ്റെ കൂട്ടത്തിൽ കളിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ എന്തുണ്ടാവില്ല, നോ പെയിൻ ആൻഡ് നോ സാഡ്നെസ് അല്ലേ. അതുകൊണ്ടാണ് എന്ത് ഈ കിച്ചൺ ബ്യൂട്ടിഫുൾ ലാൻഡാന്ന് പറഞ്ഞത് അല്ലേ. അവർ ഹാപ്പി ആയി നിന്നു. ടൈം വെന്റ് ഓൺ. ഗ്രാൻഡ് ഫാദർ ഗ്രൂ ഓൾഡർ ആൻഡ് വീക്കർ. അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു അല്ലേ, വർഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു അല്ലേ. ഗ്രാൻഡ് ഫാദർ എന്തായി പിന്നെയും ഓൾഡറായി, വയസ്സായി, വീക്കറായി അല്ലേ. ഹിസ് ഹാൻഡ്സ് ഷുക്ക് മോർ ആൻഡ് മോർ.
അവൻ്റെ എന്താണ് ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കാൻ വയസ്സായ അങ്ങനെയാണല്ലോ നന്നായി വിറയ്ക്കും അല്ലേ. അപ്പോൾ കൂടുതൽ വരയ്ക്കാൻ തുടങ്ങി. വൺ നൈറ്റ് ഒരു രാത്രി ആസ് ഹി സാറ്റ് ഓൾ അലോൺ ഇൻ ദ കിച്ചൺ ഒരു രാത്രി എന്താണ് ഈ ഗ്രാൻഡ് ഫാദർ ഒറ്റയ്ക്ക് കിച്ചണിൽ ഇരിക്കുകയായിരുന്നു അല്ലേ. ഹിസ് ഹാൻഡ്സ് ഷുക്ക് ആൻഡ് ഹി ഡ്രോപ്ഡ് ഹിസ് കപ്പ് ഓഫ് സൂപ്പ്. അപ്പം ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ കൈ എന്താക്കി വിറച്ചപ്പോൾ എന്താക്കി ഈ സൂപ്പിൻ്റെ കപ്പ് എന്താണ് ഡ്രോപ്പ് ചെയ്ത് പോയി അല്ലേ, തുള്ളിപ്പോയി അല്ലേ, താഴോട്ടേക്ക് വീണ് പോയി. ദ കപ്പ് ബ്രോക്ക് ഇൻ ടു മെനി പീസസ്. അപ്പം എന്താണ് അപ്പോൾ കപ്പ് എന്താക്കി പൊട്ടിയിട്ട് ഒരുപാട് പീസായി മാറി അല്ലേ. റോബോട്ടിനോസ് പാരൻസ് റഷ്ഡ് ടു ദ കിച്ചൺ. റോബോട്ടിനോന്റെ പാരൻസ് എന്താക്കി ഓടി കിച്ചണിലേക്ക് പോയി അല്ലേ, എന്താ ഒച്ച ഇട്ട് പോലെ. ആൻഡ് സോ ദ സ്പിൽഡ് സൂപ്പ് ഓൺ ദ ക്ലീൻ ഫ്ലോർ. അപ്പോൾ അവരെന്താ കണ്ട് നല്ല വൃത്തിയുള്ള നിലത്ത് എന്താണ് ഈ സൂപ്പൊക്കെ ചിതറി കിടക്കുകയാണ് അല്ലേ, വീണെടുക്കുന്നത് കണ്ടു അല്ലേ. റോബോട്ടിനോ വാസ് അപ്സെറ്റ്. റോബോട്ടിനോ എന്തായി ഭയങ്കര വിഷമമായി അല്ലേ റോബോട്ടിനെ കണ്ടപ്പോൾ. ഹിസ് മദർ സ്പോക്ക് മോർ ആംഗ്രിലി ദാൻ ഷീ ഹാഡ് എവർ ഡൺ ബിഫോർ. അപ്പോൾ റോബോട്ടിനെ ഭയങ്കര അപ്സെറ്റായി. എന്താ കാരണം എന്തായിക്കോ, അവൻ്റെ അമ്മ എന്താക്കി ഭയങ്കര ദേഷ്യം. അവള് ഇതിൻ്റെ മുന്നേ ദേഷ്യപ്പെടുത്താൻ കൂടുതൽ ദേഷ്യം ഇവിടെ കാണിച്ചു അല്ലേ. ദ ഓൺലി തിങ് ടു ഡു ഷീ സെഡ് വാസ് ടു ഗീവ് ദ ഓൾഡ് മാൻ എ വുഡൻ കപ്പ്. എന്താണ് ഇനി ഒരു കാര്യം എന്താണ് ഒരു കാര്യം ചെയ്യുള്ളൂ, എന്താ വെച്ചാൽ ഇനി ഈ ഓൾഡ് മാനിലെങ്കിൽ മരത്തിൻ്റെ കപ്പിലേ ഇനി കൊടുക്കുള്ളൂ. മറ്റേ കപ്പായിട്ടാണല്ലോ പൊട്ടുന്നത്, അതുകൊണ്ട് മരത്തിൻ്റെ കപ്പിലേ കൊടുക്കുള്ളൂ എന്നും പറഞ്ഞ് ഇവള് ഷൗട്ട് ചെയ്തു അല്ലേ അമ്മ. ഷീ ഡിഡൻ വാണ്ട് ഹെർ ഡിഷസ് ബ്രോക്കൺ ജസ്റ്റ് ബിക്കോസ് ഹീ ഹാഡ് ബിക്കം സോ കെയർലെസ്. എന്താണ് അമ്മക്ക് ഇഷ്ടമല്ലായിരുന്നു എന്താണ് ഈ പാത്രങ്ങളൊക്കെ പൊട്ടുന്നത് അല്ലേ, എന്താ ഈ ശ്രദ്ധിക്കാതെയാണ് പൊട്ടുന്നതെന്നാണ് അമ്മ വിചാരിക്കുന്നത് അല്ലേ, അമ്മ പറയുന്നത്. സഡൻലി പെട്ടെന്ന് ദ ചൈൽഡ് went over to the fireplace where his mother had swept the pieces of the cup. എന്താണ് പെട്ടെന്ന് തന്നെ ഈ കുട്ടി എന്താക്കി ഈ ഫയർ പ്ലേസിലേക്ക് പോയി. തീ ഇതാക്കുന്ന അതായത് തീ കൂട്ടി കത്തിക്കുമല്ലോ ആ സ്ഥലത്തേക്ക് പോയിട്ട് അമ്മ എവിടെയാണ് ആ പീസസ് ഓഫ് കപ്പ് ഇട്ടത് അവിടേക്ക് പോയി. ഹി പിക്ക്ഡ് ദ പീസസ് കെയർഫുള്ളി. അവരെന്താക്കി ആ പീസൊക്കെ ശ്രദ്ധാപൂർവം എടുത്തു. ആൻഡ് ബിഗാൻ ടു പുട്ട് ദം ടുഗദർ. പിന്നെ എന്താക്കി അത് പഴയ രീതിയിലേക്ക് ഒട്ടിക്കാൻ നോക്കി. സൂൺ ദ കപ്പ് സീം ടു ബി ഹോൾ. പെട്ടെന്ന് തന്നെ ആ കപ്പ് ഒട്ടിച്ചപ്പോൾ എന്താക്കി അതുപോലെ തന്നെ മുഴുവൻ കപ്പായി മാറി അല്ലേ. ദെൻ ഹി ടുക്ക് എ സ്മോൾ പീസ് ഓഫ് വുഡ് ഫ്രം ദ ഫയർ പ്ലേസ്. പിന്നെ എന്താക്കി അവന് ഒരു ഫയർ പ്ലേസിൽ നിന്ന് എന്താക്കി ഒരു വുഡ് മരം ഇങ്ങോട്ടെടുത്തു, മരക്കഷ്ണം ഇങ്ങോട്ടെടുത്തു അല്ലേ. ആൻഡ് ബിഗാൻ ടു ചിപ്പ് ഇറ്റ്. അതെന്താക്കി ചിപ്പ് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ പോളിഷ് ചെയ്യാൻ തുടങ്ങി. ഹി കെപ്റ്റ് ഹിസ് ഐ ഓൺ ദ എർത്തേൺ കപ്പ് ആസ് ദോ ഇറ്റ് വേർ എ മോഡൽ. അവൻ്റെ എന്താണ് എർത്തേൺ കപ്പ്, ഒരു മണ്ണിൻ്റെ കപ്പ് ഉണ്ട് അല്ലേ, ആസ് ദോ ഇറ്റ് വേർ എ മോഡൽ. ആ മോഡൽ വെച്ചിട്ട് അവന് ഒരു കപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഈസ് ദ മദർ റൈറ്റ് ഇൻ തിങ്കിങ് ഓഫ് ഗിവിംഗ് ദ ഓൾഡ് മാൻ വുഡൻ കപ്പ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്താണ് ഈ അമ്മ ഈ വുഡൻ കപ്പ് ഈ ഓൾഡ് മാന് കൊടുക്കുന്നത് ശരിയാണോ? എന്താണ് നിങ്ങളുടെ ആൻസർ? അത് എവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻസ് ദാറ്റ് ഷോ ദ ബോയ്സ് ലവ് ഫോർ ഹിസ് ഗ്രാൻഡ് ഫാദർ. ഈ ഗ്രാൻഡ് ഫാദറിനോട് ഈ ബോയ് കാണിക്കുന്ന ആ സ്നേഹത്തിനുള്ള സെൻറ്റൻസ് എക്സ്പ്രഷൻ ഈ ഇതിൽ എവിടെയാണോ അത് ഇവിടെ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഒന്നൊന്നല്ലല്ലോ അല്ലേ, കുറച്ചുണ്ട്, അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 എണ്ണെങ്കിലാണ് എഴുതുക. ഇനി നോക്കൂ, ഇവിടെ ഈ കുട്ടി എന്താക്കി സ്മോൾ കപ്പ് എന്താണ് ഒരു വുഡൻ കപ്പ് ഉണ്ടാക്കുകയാണ് അല്ലേ. എസ്തോ ഇതുവരെ മോഡൽ എർത്തൻ കപ്പിൻ്റെ മോഡലിൽ ഒരു വുഡൻ കപ്പ് വുഡിനോട് തന്നെ ഉണ്ടാക്കുകയാണ് അല്ലേ. വാട്ട് ആർ യു മേക്കിംഗ് റോബോട്ടിനോ? ആസ്ക്ഡ് ഹിസ് മദർ ഫോൺലി. അപ്പോൾ നീ എന്താ ഉണ്ടാക്കുന്നത് റോബോട്ടിനോ എന്ന് ചോദിച്ചില്ലേ അവൻ്റെ അമ്മ ചോദിച്ചില്ലേ. ഐ ആം മേക്കിംഗ് എ വുഡൻ കപ്പ് ഫോർ യു ടു ഹാവ് വെൻ യു ഗ്രോ ഓൾഡ് ആൻസേർഡ് റോബോട്ടിനോ. എന്താണ് ഞാനൊരു വുഡൻ കപ്പ് ഉണ്ടാക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറിഞ്ഞില്ലേ. എന്താണ് നിങ്ങൾ വയസ്സാവുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വുഡൻ കപ്പ് ഉണ്ടാക്കുകയാണെന്ന് ഈ റോബോട്ടിനെ ആൻസർ ചെയ്തില്ലേ. റോബോട്ടിനോസ് മദർ ആൻഡ് ഫാദർ വെർ ടു അഷെയിംഡ് ടു ലുക്ക് ഇൻ ടു റോബോട്ടിനോസ് ഐസ് അല്ലേ. അപ്പോൾ റോബോട്ടിനെ അമ്മയും അച്ഛനും എന്താക്കി ഭയങ്കര നാണം കെട്ടിയില്ലേ റോബോട്ടിനെ കടയിലല്ലേ. ദേ ടുക്ക് ഗ്രാൻഡ് ഫാദേഴ്സ് ആം ആൻഡ് ലെഡ് ഹിം ബാക്ക് ടു ദ ഡൈനിങ് റൂം. അവരെന്താക്കി ഗ്രാൻഡ് ഫാദറിന്റെ കൈ പിടിച്ചിട്ട് അവരെന്താക്കി ഗ്രാൻഡ് ഫാദറിന്റെ ഡൈനിങ് റൂമിലേക്ക് തന്നെ കൊണ്ടുവന്നില്ലേ. ആൻഡ് സ്റ്റുഡ് നിയർ ഹിം ആൻഡ് ഹെൽപ്ഡ് ഹിം ആസ് ഹി ഹേറ്റ്. എന്താക്കി ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് എത്തിയിട്ട് എന്താക്കി ഗ്രാൻഡ് ഫാദറിനെ ഭക്ഷണം കഴിക്കാൻ സഹായിച്ചു കൊടുത്തു അല്ലേ. അപ്പോൾ ഹൗ ഡിഡ് ദ ബോയ് ടീച്ച് ഹിസ് പാരൻസ് ദ ലെസൺ ഓഫ് ലവ്? എങ്ങനെയാണ് ഈ ബോയ് ഈ പാരൻസിനെ സ്നേഹത്തിൻ്റെ പാഠം പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെയാണ്? ഡു യു ലൈക്ക് റോബോട്ടിനോ? വൈ? നിങ്ങൾക്ക് റോബോട്ടിനെ ഇഷ്ടമാണോ? എന്തുകൊണ്ട്? അപ്പം നോക്കിയാൽ ഇവിടെ എന്താണ് റോബോട്ടിനോൻ്റെ കണ്ണിൽ എന്താണ് ഈ ഗ്രാൻഡ് ഫാദറിന് റോബോട്ടിനോ
എൻ്റെ മുന്നിൽ ഇവർ ഷെയിംഡ് നാണം കിട്ടില്ല. എന്താ കാരണം? ഇവർ അച്ഛൻ വയസ്സായപ്പോൾ ഇവർ അച്ഛനെന്താക്കി അടുക്കളയിൽ കൊണ്ടുവരുത്തി അവിടുന്ന് ഭക്ഷണം കൊടുക്കുകയാണ് അല്ലേ. പിന്നെ അതുപോലെ എന്തെങ്കിലും കപ്പ് പൊട്ടിപ്പിച്ചപ്പത്തിന് എന്താണ് അച്ഛനെന്താക്കുകയാണ്, ദേഷ്യം പിടിക്കുകയാണ് അല്ലേ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പം വയസ്സാകുമ്പോൾ ഞാനും നിങ്ങൾക്ക് വേണ്ടി ഒരു വുഡൻ കപ്പ് ഉണ്ടാക്കും. നിങ്ങൾക്ക് വയസ്സാകുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി വുഡൻ കപ്പ് ഞാനും ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് റോബോട്ടിനെ ഒരു ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് അല്ലേ അവിടെ. അപ്പോൾ അത് കേട്ടപ്പോൾ എന്താക്കി, അച്ഛനും അമ്മയ്ക്കും അവരുടെ തെറ്റ് മനസ്സിലായി അല്ലേ. അപ്പോൾ എന്താക്കി, അവർ ഈ ഗ്രാൻഡ് ഫാദറിനെ ഡൈനിങ് ഹാളിൽ തന്നെ കൊണ്ടുവന്ന് അവിടെ തന്നെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി അല്ലേ. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ സഹായിച്ചും കൊടുത്തു അല്ലേ. ഫ്രം ദാറ്റ് ടൈം, ആ സമയത്ത് ഗ്രാൻഡ് ഫാദർ നെവർ എയ്റ്റ് ഓൾ അലോൺ ഇൻ ടു ദ കിച്ചൺ അല്ലേ. ഫ്രം ദാറ്റ് ടൈം ഗ്രാൻഡ് ഫാദർ നെവർ എയ്റ്റ് ഓൾ അലോൺ ഇൻ ദ കിച്ചൺ അല്ലേ. എന്താണ്, ഗ്രാൻഡ് ഫാദർ കിച്ചണിൽ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നില്ല അല്ലേ. ഹി സാറ്റ് ഇൻ ഹിസ് യൂഷ്വൽ പ്ലേസ് നെക്സ്റ്റ് റോബോട്ടിന ഇൻ ദ ഡൈനിങ് റൂം അല്ലേ. അപ്പോൾ എന്താക്കി, ഗ്രാൻഡ് ഫാദർ ഈ റോബോട്ടിനെ അടുത്ത് തന്നെ ഇരുന്നു അല്ലേ, ഡൈനിങ് റൂമിൽ അല്ലേ. റോബോട്ടിന വാസ് ഹാപ്പി അഗെയിൻ അല്ലേ. എന്താണ്, റോബോട്ടിനെ ഭയങ്കര സന്തോഷമായി അല്ലേ. സാധാരണയായിട്ട് അവൻ്റെ അടുത്ത് തന്നെ പണ്ട് ഇരുന്നിരുന്നില്ലേ. അപ്പോൾ ആ ഇരുന്നിടത്ത് തന്നെ റോബോട്ടിൻ്റെ അടുത്ത് തന്നെ ഗ്രാൻഡ് ഫാദർ ഇരുന്നു ഡൈനിങ് റൂമിൽ അല്ലേ. അപ്പോൾ റോബോട്ടിന് ഭയങ്കര സന്തോഷമായി അല്ലേ, ഹാപ്പി അഗെയിൻ. ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് ലൗഡ് ആൻഡ് കെയർഡ് ഫോർ അല്ലേ. അവൻ്റെ ഗ്രാൻഡ് ഫാദർ ഭയങ്കര സ്നേഹമുള്ളതും കെയർ ചെയ്യുന്ന ആളുമായിരുന്നു അല്ലേ. റോബോട്ടിനെ റിയലൈസ് ദാറ്റ് ഹിസ് പാരൻസ് ടു വർ എക്സ്പീരിയൻസിങ് ദ ട്രൂ ഹാപ്പിനെസ് ദാറ്റ് ലവ് ആൻഡ് കൈൻഡ്നെസ് ബ്രിങ് അല്ലേ. അപ്പോൾ റോബോട്ടിനൊക്കെ മനസ്സിലായി അവരുടെ പാരൻസ് എന്താണ്, അവർക്ക് മനസ്സിലായില്ലേ സത്യത്തിൽ ഹാപ്പിനെസ് അല്ലേ. അവരെന്താണ് സ്നേഹവും കൈൻഡ്നെസ്സും ഒക്കെ തിരിച്ചു കൊണ്ടുവന്നു അല്ലേ. അപ്പം അതുപോലെ നിങ്ങളെ വീട്ടിലെ പാരൻസ് അങ്ങനെ ഗ്രാൻഡ് ഫാദറിനെയോ ഗ്രാൻഡ് മദറിനെയോ ഒക്കെ ചീത്ത പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ. എല്ലാവരും വയസ്സാകുന്നതാണ് അല്ലേ. അപ്പം നമ്മളെങ്ങനെയാണ് ബിഹേവ് ചെയ്യാന്നൊന്നും ആർക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ വയസ്സായവരോട് എന്താക്കണം, കരുണ കാണിക്കണം കേട്ടോ. കരുണ കാണിച്ചാലേ എന്താണെന്നുള്ളൂ, നമുക്കും വയസ്സാകുമ്പോൾ നമ്മളെ മക്കളും കരുണ കാണിക്കുകയുള്ളൂ അല്ലേ. അപ്പം എന്താക്കുക, എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുക. ഓക്കെ, നോക്കുക ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. യു ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് റോബോട്ടിനോ ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വെരി മച്ച്. നോക്കൂ, നിങ്ങളിവിടെ ശ്രദ്ധിച്ച് എന്താണ്, ഈ റോബോട്ടിനോ അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. ഡോണ്ട് യു ലവ് യുവർ ഗ്രാൻഡ് പാരൻസ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ ഇഷ്ടമല്ലേ? ഹൗ വുഡ് യു കെയർ ഫോർ യുവർ ഗ്രാൻഡ് പാരൻസ്? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ ശ്രദ്ധിക്കല്? റൈറ്റ് ഇൻ എ പാരഗ്രാഫ്. അതൊരു പാരഗ്രാഫിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് യു റിമെമ്പർ ദ സ്റ്റോറീസ് യുവർ പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻസ് ടോൾഡ് യു? ഡോണ്ട് യു റിമെമ്പർ ദ സ്റ്റോറീസ് യുവർ പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻസ് ടോൾഡ് യു? നിങ്ങൾക്ക് ഓർമ്മയല്ലേ നിങ്ങളുടെ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ നിങ്ങളോട് കഥ പറയുന്നത്? ഹൗ ഡിഡ് യു ഫീൽ ദെൻ? അപ്പം നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യൽ അവിടെ നിന്ന്? റീകളക്ട് എ സ്റ്റോറി ആൻഡ് പ്രസന്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. എന്നിട്ട് എന്താക്കുക, സ്റ്റോറി ഓർത്തിട്ട് നിങ്ങൾ എന്താക്കുക ക്ലാസ്സിൽ പറയുക. യു മേ ഓൾസോ ഡിസ്ക്രൈബ് ദ ഫീലിങ്സ് യു ഹാഡ് വെൻ യു ലിസൺ ടു ഇറ്റ്. അതുപോലെ നിങ്ങളെ ഫീലിങ്സ്, നിങ്ങൾക്ക് ഉണ്ടാകുന്ന നിങ്ങളെ ഫീലിങ്സ് എന്താക്കണം ആ പറയുന്ന ടൈമിൽ നിങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യാം, വിവരിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഡിസ്ക്രൈബ് എനി മെമ്മറബിൾ ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻ വെൻ യു വർ വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ്. റോൾ പ്ലേ ഇറ്റ് ഇൻ ദ ക്ലാസ് റൂം. എന്താണ്, ഡിസ്ക്രൈബ് എനി മെമ്മറബിൾ ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻ വെൻ യു വർ വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ്. ഗ്രാൻഡ് പാരൻസിൻ്റെ കൂട്ടത്തിലുള്ള ടൈമിലുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, സംഭവങ്ങൾ നിങ്ങൾ എന്താക്കുക, നിങ്ങളെ ഓർമ്മയിലുണ്ടെങ്കിൽ അതൊന്ന് വിവരിക്കുക. റോൾ പ്ലേ ഇറ്റ് ഇൻ ദ ക്ലാസ് റൂം. എന്താക്കുക, ക്ലാസ് റൂമിൽ അഭിനയിച്ച് കാണിക്കാൻ. ഓക്കെ, സീ ഹൗ ഹാപ്പി റോബോട്ടിനോ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വർ ഇൻ ദ കിച്ചൺ. ഇവിടെ നോക്കൂ, ഈ റോബോട്ടിനും ഗ്രാൻഡ് പാരൻസും കിച്ചണിൽ ഉണ്ടായ ടൈമിൽ അവരെന്തൊരു സന്തോഷമാണ്, എങ്ങനെയാണ് സന്തോഷം കാണിച്ചത് അല്ലേ. ഇമാജിൻ ഹൗ ദേ സ്പെൻഡ് ടൈം വിത്ത് ഈച്ച് അതർ. നിങ്ങൾ എന്താക്കുക, ഇമാജിൻ ചെയ്യുക, സങ്കല്പിക്കുക, എങ്ങനെ അവർ ആ ടൈമിൽ ഒരുമിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ ടൈം സ്പെൻഡ് ചെയ്തത്, ചിലവഴിച്ചത്. ഡിസ്ക്രൈബ് എ സച്ച് എ സീൻ. എന്താണ് ഈ സീനിൽ നിങ്ങൾ എന്താക്കുക, വിവരിക്കാനാണ് പറഞ്ഞിരിക്കുക. യു മേ റൈറ്റ് അബൌട്ട്. നിങ്ങൾ എഴുതണം ഇതിനൊക്കെ കുറിച്ച്, അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട്. ദർ ഡീപ്പ് ലവ് ഫോർ ഈച്ച് അതർ. അവരുടെ സ്നേഹത്തെ കുറിച്ചിട്ട്, ആയതിലുള്ള സ്നേഹത്തെ കുറിച്ച്. ദ കൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അവർ തമ്മിലുള്ള സംഭാഷണങ്ങളെ കുറിച്ചിട്ട്. ദ ആക്ടിവിറ്റീസ് ദ എൻഗേജ്ഡ് ഇൻ. അവർ പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവർ കളിച്ചത് എന്നുള്ളതും അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എന്താക്കുക, ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, യു ഹാവ് സീൻ ഹൗ ലവ് ബൈൻഡ്സ് ഈ ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ടുഗദർ അല്ലേ. നിങ്ങളിവിടെ കണ്ടിട്ടില്ലേ, ഈ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കണം അല്ലേ. നോ വണ്ടർ ലവ് ഈസ് ദ സ്ട്രിങ് ഓഫ് എ നെക്ലേസ് ദ ബീഡ്സ് ഓഫ് വിച്ച് ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. എന്താണ് ഇവിടെ എന്താണ് കാണിക്കേണ്ടത്, ഇവിടെ ഈ ലവ് എന്ന് പറയുന്നത് എന്താണ്, ഈ നെക്ലേസിൻ്റെ നൂലാവണം അല്ലേ.
അതിലുള്ള മുത്തുകൾ ബീഡ്സ് എന്താവണം ഫാമിലിയുള്ള മെമ്പേഴ്സും ആവണം അല്ലേ. യു മസ്റ്റ് ഹാവ് ഹാഡ് എ ലോട്ട് ഓഫ് ഹാപ്പി ഒക്കേഷൻ വെൻ യുവർ ഫാമിലി ഓർ റിലേറ്റീവ്സ് ഗോട്ട് ടുഗദർ അല്ലേ. നിങ്ങൾക്ക് എന്താവണം നിങ്ങളെ ഫാമിലീസും എല്ലാവരും അടുത്തുണ്ടാകുമ്പോൾ നിങ്ങൾ എന്താക്കണം, നിങ്ങളും നല്ല സന്തോഷവാന്മാരായിരിക്കണം അല്ലേ. ഒരുമിച്ച് സന്തോഷവാന്മാരായിരിക്കണം അല്ലേ. ഡിസ്ക്രൈബ് എനി സച്ച് ഒക്കേഷൻസ് ഇൻ യുവർ ഓൺ വേർഡ്സ്, ബർത്ത്ഡേ, വെഡിങ് എക്സെട്ര. അതുപോലെ നിങ്ങൾ എന്താക്കുക, നിങ്ങളെ സ്വന്തമായിട്ടുള്ള വേർഡ്സിന് അങ്ങനത്തെ എന്തെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ബർത്ത്ഡേസിനോ വെഡിങ്സിനൊക്കെ റിലേറ്റീവ്സൊക്കെ എല്ലാവരും പങ്കെടുക്കുമല്ലോ, ആ ടൈമിലുള്ള എന്തെങ്കിലും ഒരു ഹാപ്പി ഒക്കേഷൻസ് എന്താക്കുക നിങ്ങൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുക, വിവരിക്കുക. ഓക്കെ. ഗ്രാൻഡ് പാരൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ മെനി കൺട്രീസ് ഫോർ ഹോണറിങ് ഗ്രാൻഡ് പാരൻസ്. ഡു യുവർ ഗ്രാൻഡ് പാരൻസ് ലീവ് വിത്ത് യു? ഗ്രാൻഡ് പാരൻസ് ഡേൻ്റെ അന്ന് സെലിബ്രേറ്റ് ചെയ്യല്ലേ. മെനി കൺട്രീസിൽ എന്താണ് ഗ്രാൻഡ് പാരൻസ് ഡേക്ക് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യലുണ്ട് അല്ലേ, ഗ്രാൻഡ് പാരൻസ് ഡേ എന്നും പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഗ്രാൻഡ് പാരൻസ് ഉണ്ടോ, നിങ്ങളെ കൂടുതൽ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഡു യുവർ ഗ്രാൻഡ് പാരൻസ് ലീവ് വിത്ത് യു? ജീവിച്ചിരിക്കുന്നുണ്ടോ ഗ്രാൻഡ് പാരൻസ്? പ്രിപ്പയർ എ ഗ്രീറ്റിംഗ് കാർഡ് എക്സ്പ്രസിങ് യുവർ ലവ് ആൻഡ് കെയർ ഫോർ യുവർ ഗ്രാൻഡ് പാരൻസ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഗ്രീറ്റിംഗ് കാർഡ്, നിങ്ങളുടെ സ്നേഹവും കെയറും ഒക്കെ വെച്ചിട്ട് നിങ്ങളൊരു ഗ്രാൻഡ് പാരൻസിന് വേണ്ടിയിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി 7th ക്വസ്റ്റ്യൻ എന്താ? ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ റീഡിംഗ് ഓഫ് ദ സ്റ്റോറി ദ വുഡൻ കപ്പ്. എന്താണ് ഈ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ റീഡിംഗ് ഓഫ് ദ സ്റ്റോറി വായിച്ചിട്ട് ആ ബേസ് ചെയ്തിട്ട് എന്താക്കുക, നിങ്ങൾ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻസ് ഇതാണ്. ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ ദർ? ഇവിടെ എത്ര ക്യാരക്ടേഴ്സിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇവിടെ ആൻസർ ചെയ്യുക. എത്ര ക്യാരക്ടേഴ്സിനൊക്കെ പറഞ്ഞില്ലേ? ആ ഗ്രാൻഡ് പാരൻസ്, റോബർട്ടിനെ, പാരൻസിലെ ഗ്രാൻഡ് മദർ, ഫാദർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കമൻസ്: റോബർട്ടിന ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ലവ്ഡ് ഈച്ച് അതർ. ദ മദർ ഡിഡ് നോട്ട് കെയർ ഫോർ ദ ഗ്രാൻഡ് ഫാദർ അല്ലേ. അവരുടെ കമൻസ് റിമാർക്ക് ഇവിടെ എഴുതുക. ഓക്കെ. അതുപോലെ ഡു യു ഫൈൻഡ് സച്ച് എ ക്യാരക്ടേഴ്സ് ഇൻ റിയൽ ലൈഫ്? ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് ക്ലാസ്. നിങ്ങൾ ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് റിയൽ ലൈഫിൽ നിങ്ങൾ ശരിക്കുള്ള ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ ആൻസർ ചെയ്യുക. ഓക്കെ. കമൻസും ചെയ്യുക. അതിൻ്റെ ഹാവ് യു കം അക്രോസ് എനി ന്യൂ എക്സ്പ്രഷൻസ് ഇൻ ദ സ്റ്റോറി? ഇനി ഹാവ് യു കം അക്രോസ് എനി ന്യൂ, ഈ സ്റ്റോറിയിൽ എന്തെങ്കിലും എക്സ്പ്രഷൻസ് ഇനി വരാനുണ്ടോ? അതിൻ്റെ ആൻസർ ചെയ്യുക, അതിൻ്റെ കമൻസും ചെയ്യുക. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ സ്റ്റോറി? ഈ സ്റ്റോറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിൻ്റെ ആൻസറോടെ എഴുതുക, അതിൻ്റെ കമൻസും നിങ്ങൾ എഴുതുക കേട്ടോ. How does this story help you to understand yourself better? How does this story, എങ്ങനെയാണ് ഈ സ്റ്റോറി നിങ്ങളെ സഹായിച്ചത്? നിങ്ങൾ സ്വന്തം മനസ്സിലാക്കാൻ, നിങ്ങൾ സ്വയം നന്നാവാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് സ്വയം നന്നാവാനുള്ള മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഈ സ്റ്റോറി നിങ്ങളെ സഹായിച്ചത്? അതിവിടെ ആൻസർ ചെയ്യുക, അതിൻ്റെ കമൻസ് ചെയ്യുക കേട്ടോ. വാട്ട് ആർ ദ വേർഡ്സ് യു ലൈക്ക് ദ മോസ്റ്റ്? ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേർഡ്സ് നിങ്ങൾക്ക് ഏതാണ്? അത് ഇവിടെ ഇത് കേട്ടോ, അതിൻ്റെ കമൻസ്. വാട്ട് ഡു യു ലൈക്ക് ദ മോസ്റ്റ് ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? അതിവിടെ എഴുതുക കേട്ടോ, അതിൻ്റെ കമൻസും എഴുതുക. വാട്ട് പേഴ്സണൽ എക്സ്പീരിയൻസ് ദിസ് ദ സ്റ്റോറി റിമൈൻഡ് യു ഓഫ്? എന്ത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഓർമ്മപ്പെട്ടത് ഈ സ്റ്റോറി വായിച്ചപ്പോൾ? അതിവിടെ ആൻസർ ചെയ്യുക, അതിൻ്റെ കമൻറ്റും എഴുതുക കേട്ടോ. വാട്ട് മെസ്സേജസ് ഡസ് ദ സ്റ്റോറി കൺവേ? ഇവിടെ ഈ മെസ്സേജ് ഈ സ്റ്റോറി എന്താണ്, എന്ത് മെസ്സേജാണ് ഈ സ്റ്റോറി തരുന്നത് നമുക്ക് അവിടെ ആൻസർ ചെയ്യുക കേട്ടോ. Then, can you retell the story The Wooden Cup as a first step? Fill in the boxes with major events. നിങ്ങൾക്ക് ഈ സ്റ്റോറിനെ ഒന്നും കൂടി, ഈ വുഡൻ കപ്പ് എന്ന് പറഞ്ഞ ഈ സ്റ്റോറിനെ ഒന്നും കൂടെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിൽ ഇൻ ദ ബോക്സ് വിത്ത് മേജർ ഇവൻറ്റ്സ്. എന്താണ് ഇത്? ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ദ ഫാമിലി ഓഫ് 4 മെമ്പേഴ്സ് ഇൻ ഇറ്റലി, റോബർട്ടിനോ, ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞ് തുടങ്ങാം. എന്നിട്ട് എന്താക്കുക, ബാക്കി എന്താ സ്റ്റോറി ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഇവിടെ സ്റ്റോറി എൻഡും ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യുക. ഓക്കെ. സ്റ്റോറി എഴുതുക. Now write the story in your own words. പിന്നെ എന്താക്കുക, നിങ്ങൾ സ്വന്തമായിട്ടുള്ള രീതിയിൽ ഇതിനെ എന്താക്കുക, അവിടെ സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Write the story of your own, arranging the events in proper sequence. Use a story wheel as a given below. Write a story of, നിങ്ങൾക്ക് എന്താണ്, write a story of your own, arranging the events in proper sequence. Use story wheel as given below. നിങ്ങൾ ഇതെന്താക്കുക, നിങ്ങൾ എഴുതിയ സ്റ്റോറി അല്ലേ, ഇതെന്താക്കുക, ഒരു ഇതേപോലെ സ്റ്റോറി വീൽ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, പ്രോപ്പർ സീക്വൻസിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Okay. How did Robertino bring back love and happiness to his home? എങ്ങനെയാണ് റോബർട്ടിനോ സ്നേഹവും സന്തോഷവും ഒക്കെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? എങ്ങനെയാണ്? റൈറ്റ് എ പാരഗ്രാഫ്. ഇനി ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു പാരഗ്രാഫിൽ എഴുതുക കേട്ടോ. റോബർട്ടിനെ എങ്ങനെയാണ് സ്നേഹവും ലവും ഹാപ്പിനെസ്സും ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് ഒരു പാരഗ്രാഫിൽ എഴുതുക. ഓക്കെ. ദെൻ 10ാമത്തത്, എ ഹൗസ് ഈസ് ബിൽറ്റ് ബൈ ഹാൻഡ്സ് ബട്ട് എ ഹോം ഈസ് ബിൽറ്റ് ബൈ ഹാർട്ട്സ്. വാട്ട്
ആർ ദ തിങ്സ് ദാറ്റ് മേക്ക് എ ഹൗസ് എ ഹാപ്പി പ്ലേസ് ടു ലീവ് ഇൻ? എന്താണ്? ഒരു വീട് ഉണ്ടാക്കുന്നത് കൈകളിനോടാണ് അല്ലേ, പക്ഷെ ഒരു ഹോം ഉണ്ടാവുന്നതോ ഹാർട്ടിനോടാണ് ഉണ്ടാവുന്നത് അല്ലേ. എന്താണ് ഇവിടെ ഈ ഹൗസ് ഹാപ്പി പ്ലേസ് ടു ലീവ്? എന്താ വാട്ടാണ് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ വീട് സന്തോഷം ഉള്ളതാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് മേക്ക് എ ഹൗസ് ഹാപ്പി പ്ലേസ് ടു ലീവ് ഇൻ? ജീവിക്കാനുള്ള സന്തോഷമുള്ള സ്ഥലം ആക്കണം എന്നുണ്ടെങ്കിൽ, ഹൗസിനെ സന്തോഷമുള്ള സ്ഥലം ആക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഇവിടെ ചെയ്യണം എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി, റൈറ്റ് അബൌട്ട് എ ഹാപ്പി ഹോം യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. ഇനി എന്താ, നിങ്ങൾ ഈ സന്തോഷമുള്ള വീടിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹിൻസ് ഉപയോഗിക്കുക. എന്താണ്? റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി, കെയർ ഫോർ ഈച്ച് അതർ. റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി പറഞ്ഞാൽ ഫാമിലിയിലെല്ലാ മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ. പിന്നെ കെയർ ഫോർ ഈച്ച് അതർ, എന്താണ്? അന്യോന്യം എല്ലാവരും ശ്രദ്ധിക്കണം അല്ലേ, എന്താണ്? കെയർ ചെയ്യണം. കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ കെയറിങ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അപ്പൊ എന്താ? കരുതൽ അല്ലേ, അല്ലെങ്കിൽ പരിചരിക്കുക അല്ലെ, കെയർ എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്താണ്? അവർ അന്യോന്യം എന്താക്കുക? കരുതലോടെയും പരിചരിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കുക അല്ലെ. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. ഹൗ ലവ് വർക്ക്സ് എങ്ങനെ സ്നേഹത്തോടെ വർക്ക് ചെയ്യുക ഒരുമിച്ച് അല്ലെ. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്, അന്യോന്യം മനസ്സിലാക്കുക അല്ലെ, റെസ്പെക്ട് ചെയ്യുക. പിന്നെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ എഴുതുക കേട്ടോ. ആസ് വി ഗ്രോ ഓൾഡർ അവർ ഹെൽത്ത് ഡിക്ലൈൻസ്. വി ഓഫൺ ബിക്കം പ്രേ ടു സെവറൽ ഇൽനെസ് സച്ച് ആസ് ലോസ് ഓഫ് മെമ്മറി, ഷിവറിങ്, ഇൻഡൈജഷൻ, സ്ലീപ്ലെസ് എക്സെട്ര അല്ലെ. നമ്മളെന്താക്കും? നമ്മളും വയസ്സാവുമ്പോൾ എന്താവും? നമുക്കും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ. നമ്മളെന്താക്കും? അസുഖമുള്ള ആൾക്കാർ പല അസുഖവും ഉണ്ടാവും. എന്താണ്? മെമ്മറി ലോസ് ആവും അല്ലെ. നമുക്ക് ഓർമ്മശക്തി ഉണ്ടാവില്ല, ഇങ്ങനെ വിര ഉണ്ടാവും. പിന്നെ ഡൈജഷൻ ഉണ്ടാവില്ല, പിന്നെ ഉറക്കക്കുറവ് ഒക്കെ ഉണ്ടാവും അല്ലെ. യു മേ ഫോം ഗ്രൂപ്പ്സ് ആൻഡ് കണ്ടക്ട് എ സർവേ ഓൺ ദ പ്രോബ്ലംസ് ആൻഡ് ഇൽനെസ് ഓഫ് ദ ഏജ്ഡ് പീപ്പിൾ. പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡാറ്റ കളക്റ്റഡ്. എന്താണ്? നിങ്ങൾ എന്താക്കുക? ഗ്രൂപ്പായിട്ട് നിങ്ങൾ എന്താക്കുക? ഒരു സർവേ നടത്തുക. വയസ്സായ ആൾക്കാരെ പ്രോബ്ലംസും അവരുടെ അസുഖങ്ങളൊക്കെ കുറിച്ചിട്ട് നിങ്ങൾ എന്താക്കുക? ഒരു സർവേ നടത്തുക. എന്നിട്ട് എന്താക്കുക? ഓരോ സ്ഥലത്തും പോയിട്ട് നിങ്ങളെ ഗ്രൂപ്പാക്കിയിട്ട് നിങ്ങളെ സ്കൂളിലത്തെ കുട്ടികൾ തന്നെ എന്താക്കുക? ക്ലാസ്സിലെ കുട്ടികൾ ഓരോ ഗ്രൂപ്പായി മാറിയിട്ട് നിങ്ങൾ സർവേക്ക് പോവുക. ഈ വയസ്സായ ആൾക്കാരെ ഹെൽത്ത് പ്രോബ്ലവും അതുപോലെ അവരുടെ അസുഖങ്ങളൊക്കെ എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് ഒരു സർവേ നടത്തുക. പ്രിപ്പയർ റിപ്പോർട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡാറ്റ കളക്റ്റഡ്. എന്നിട്ട് എന്താക്കുക? ഒരു റിപ്പോർട്ട്, ഈ കളക്ട് ചെയ്ത ഡാറ്റേനെ കുറിച്ച് നിങ്ങളൊരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ച്. ഈ ചാപ്റ്റർ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. എല്ലാവരോടും നല്ല കരുണയോട് കൂടി പെരുമാറുക. ഓക്കെ, എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ടീച്ചറുടെ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക്